പള്ളിക്കെട്ട് കേസ് വന്ന് കയറിട്ടുണ്ടാ. അപ്പൊ അതിന്റെ പുറകെ തിരുവനന്തപുരം വഴിമുക്കിൽ ഗോപൻ സ്വാമി എന്നയാളുടെ മരണത്തിൽ അടിമുടി ദുരൂഹതയാണ്. സമാധിയായെന്ന് അവകാശപ്പെട്ട് സ്വാമിയുടെ മൃതദേഹം മക്കൾ രഹസ്യമായി സംസ്കരിച്ചു. വിവരം പുറത്തറിഞ്ഞതോടെ ദുരൂഹതയാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. അയൽവാസിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് കല്ലറ പൊളിച്ച് മൃതദേഹം പരിശോധിക്കാൻ കളക്ടറുടെ അനുമതി തേടി. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപോലെ പറഞ്ഞാലും കുഴപ്പമാണ്. ഉദാഹരണത്തിന് സമയം, ഞാനും അമ്മയും കൃത്യമായ സമയം പറയും. പക്ഷെ കുട്ടികളായ നിങ്ങൾക്ക് സമയം അറിയണമെന്നില്ല. രണ്ട് മോൻ രണ്ട് രീതിക്കാണ് അവർ മൊഴി കൊടുത്തത്. ഒരാൾ പറയുകയാണ് കഞ്ഞിയും കുടിച്ച് ഷുഗറിന്റെ ഗുളികയും കഴിച്ചിട്ട് നടന്നുപോയി. അവിടെ ഒരാൾ നടന്നുപോയി ജീവനോടെ പോയി ഇരുന്നാൽ അത് മൂടുന്നത് തെറ്റോ ശരിയോ അത് മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി. കല്ലറ പൊളിക്കാൻ പോലീസ് എത്തിയതോടെ കല്ലറയ്ക്ക് മുന്നിൽ ഗോപൻ സ്വാമിയുടെ ഭാര്യയും ബന്ധുക്കളും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അപ്പം എൻ്റെ അച്ഛന് മരുത്തോമലയിൽ ഒരു ആശ്രമവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം മരുത്തോമലയിൽ ആശ്രമം അച്ഛൻ അവിടെ ഒരുപാട് സമാധികളും കണ്ടും, കോമ്പൈ സിദ്ധാശ്രമം, ഈത്താമൊഴി, അവിടെ എല്ലാ സമാധികളെല്ലാം കണ്ടും സമാധി എത്തിയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ അച്ഛൻ. അപ്പം ഈ മരുത്തോമല എന്ന് പറഞ്ഞാൽ അറിയില്ല, കന്യാകുമാരി ജില്ലയിലുള്ള. പോലീസ് നടപടി ഏകപക്ഷീയമാണെന്നായിരുന്നു കുടുംബത്തിന്റെ നിലപാട്. 30 വർഷത്തിന് മുമ്പേ ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നപ്പോൾ എനിക്ക് ബന്ധമുണ്ട്, എനിക്ക് ആ വീട് ബന്ധമുണ്ട്. ഞാൻ സംസാരിക്കാം. അല്ല, ഞങ്ങൾ വിചാരിച്ചാൽ ആൾ കൂടും കൊട്ടെന്ന്. സാർ വീണ്ടും കുഴഞ്ഞ് സംസാരിക്കില്ല. ആദ്യം സാർ ഡിസിഷൻ എടുക്കണം. ആ പാവപ്പെട്ട സ്ത്രീക്ക് ഒരു നോട്ടീസ് കൊടുക്കാൻ തയ്യാറാണോ? നോട്ടീസ് തടസ്സമില്ല സാർ. സിറ്റുവേഷൻ ഡിഫ്യൂസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിലവിലൊരു തീരുമാനം. ആര് പറഞ്ഞ് മരിച്ചെന്ന് അത് ഇങ്ങോട്ട് വരണം. നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ലാതെ ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം, എഴുതണം. അല്ല, നിങ്ങൾ ചോദിക്കണം, ഇനി എഴുതണം. നമുക്ക് മരിച്ചെന്ന് ഇനി ആര് പറഞ്ഞു? ഒരിക്കലും ഇല്ല. ഇതാ ജോർജ് കുട്ടിയല്ലേ? കണ്ടിട്ടൊരു പാവത്താനാണ് തോന്നുന്നു. ഇവിടെ വിശ്വാസമാണ്. ഭഗവാനെല്ലാം കണ്ടിച്ച് തൻ്റെ സഹസ്രതല പത്മത്തിലെത്തി തൻ്റെ പ്രാണൻ അവിടെ അടക്കുകയാണ് ചെയ്യുന്നത്. സമാധിയാവുമ്പോൾ ബ്രഹ്മത്തെ നോക്കിയാണ് ഇത് നിങ്ങൾ കെട്ടിയടച്ചു. എന്നിട്ട് നമ്മളതിനെ ആരൊക്കെ കൂടി? ഞാനും എൻ്റെ ചേട്ടനും കൂടി. ഭയങ്കര ചൈതന്യം വരുന്നു ആ സമയത്ത്. അച്ഛന് ഭയങ്കര ചൈതന്യവും തേജസ്. ഇവിടെയാണ് ജോർജ് കുട്ടി എന്ന 4ാം ക്ലാസ്സുകാരനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ഒരു സാധാരണക്കാരനെ കൊണ്ട് ഇതെല്ലാം സാധിക്കുമോ മാഡം? ജോർജ് കുട്ടി, ഒരു ദിവസം നിന്നെ എന്റെ കൈക്കണയും കിട്ടും. അന്ന് ഞാൻ എടുത്തോളാം. നിങ്ങൾ എപ്പോഴാണ് ധ്യാന സ്ഥലത്തെത്തിയത്? ഞങ്ങൾ ചെന്നപ്പോഴേക്കും ധ്യാനം തുടങ്ങിയായിരുന്നു. ആരോഗ്യമുള്ള സമയത്തെല്ലാം അച്ഛൻ ധ്യാനത്തിന് പോയിരിക്കുന്ന സ്ഥലമാണ് അവിടെ. അപ്പൊ എന്തായാലും ധ്യാനത്തിന് ഇരിക്കുന്ന പവർ, ധ്യാനത്തിന് ഇനിയും പറയടാ നിന്റെ ധ്യാനത്തിന്റെ കഥ. ഒരൊറ്റ ഒരെണ്ണത്തിന് വെറുതെ വിടല ഞാൻ.